ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടും എന്നെയും വീണ്ടെടുത്ത ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ പിന്നെയും നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ദൈവം അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർ നാളുകൾ കൊണ്ട് കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സക്കറിയാവും എലിസബത്തും എന്ന് പറഞ്ഞാൽ അവർ വാർദ്ധക്യം ആയ സമയത്തും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി. പക്ഷേ അവർക്കൊരു തലമുറ ലഭിച്ചില്ല. പക്ഷേ ആ സമയത്ത് സക്കറിയ പുരോഹിതൻ ആലയത്തിൽ ധൂപം കാട്ടുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി ആലയത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ടത് കർത്താവിൻ്റെ ദൂതനെ കാണുവാനിടയായി. ആ കാണുന്ന സാഹചര്യത്തിൽ ദൂതൻ സക്കറിയാവിനോട് പറയാണ്, സക്കറിയാവെ, നീ ഭയപ്പെടേണ്ട. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സംഖ്യ ഒരു വർഷം 365 ദിവസമുണ്ട്, 365 പ്രാവശ്യവും ഭയപ്പെടേണ്ട എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഓരോ സാഹചര്യത്തിലും ഈ ബൈബിളിൽ ഭയപ്പെടേണ്ട എന്ന് ദൈവാത്മാവ് എപ്പോൾ നമ്മളോട് അരുളി ചെയ്യുന്നോ അതിനു മുൻപേ നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട. പക്ഷേ ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം ഇല്ലെങ്കിലും ഏറെക്കുറെ 100 ചില്ലുവാനം പ്രാവശ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 135 പ്രാവശ്യം വരെ ഭയപ്പെടേണ്ടതിന് പെടാതിരിക്കേണ്ടതിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബൈബിളിൽ ഭയപ്പെട്ടു എന്ന് ഭയപ്പെടുന്ന ആ ഒരു വാക്യത്തിൻ്റെ തുടക്കം എവിടെയെന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിലെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ തൻ്റെ മക്കളെ ദൈവമാക്കി വെച്ചപ്പോൾ അവിടെ അവർ പാപം ചെയ്തു ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ കർത്താവ് സന്ധ്യാസമയത്ത് ആ തോട്ടത്തിൽ കടന്നു വന്ന് തൻ്റെ ജനത്തോട് വാസം ചെയ്യുവാൻ, അല്ലെങ്കിൽ സംസാരിക്കുവാൻ, കൂട്ടുകൂടുവാൻ, അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെ സംസാരിക്കുവാൻ എന്നും കടന്നു വരുന്നത് പോലെ അന്നും കടന്നു വന്നപ്പോൾ കർത്താവിനെ കണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശബ്ദത്തെ കേട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെ കണ്ട് അവർ ഭയപ്പെട്ടു. അവിടെയാണ് തുടക്കം, ഭയപ്പെട്ടു എന്നുള്ള തുടക്കം. പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വേറൊരു വാക്യമെന്ന് പറഞ്ഞാൽ അതേ ഉൽപ്പത്തി പുസ്തകം തന്നെ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രാമേ, നീ ഭയപ്പെടേണ്ട. അബ്രാമേ, ഭയപ്പെടേണ്ട. അപ്പോൾ അവിടെയും ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം അബ്രാമിനോട് പറയാണ് അവിടെയും ഭയപ്പെടേണ്ട. കാരണം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട എന്ത് സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ കർത്താവ് പറയാണ്, നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ വീണ്ടും കാണുന്നു യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷമല്ല, അതേ ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. 8-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യം. പള്ളിപ്രമാണിയോട് തൻ്റെ മകൾ പോയി എന്ന് വന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് പറയാണ്, മകനെ, മകളെ, അല്ലെങ്കിൽ കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട എന്ന് പറയും. അവസാനമായി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെ എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. അവിടെ യോഹന്നാനോട് പറയാണ്, ഞാൻ ആ ദൂതനെ കണ്ട്, അല്ലെങ്കിൽ സൂര്യനെ ശക്തിയോട് പ്രകാശിക്കുന്ന മുഖത്തെ കണ്ട് പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ
വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട. അവിടെയാണ് അവസാനമായി ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയപ്പെടേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്, വരാറുണ്ട്. അപ്പോഴും കർത്താവ് നമ്മോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ആ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ ഇമ്പ ശബ്ദത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നമ്മളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും, കഷ്ടം വന്നാലും, പ്രയാസം വന്നാലും, ദുഃഖം വന്നാലും, നാം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് പറയാണ്, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. ആ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ പാദാന്തത്തിൽ നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു ഈ വചനം കേട്ട് ഓരോ തൻ്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ഓരോ കുഞ്ഞുങ്ങളും ഭയപ്പെടേണ്ടതായ കർത്താവ് കാര്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഭയപ്പെടേണ്ട എന്ന വാക്ക് നൽകി ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിടെ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കണമേ. ഏത് ഭാരമേറിയ വിഷയമായിരുന്നാലും ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ഈ വചനം കേട്ട ഓരോരുത്തരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണം, ഇരട്ടി നന്മകളെ കൊടുക്കണം, അനുഗ്രഹിക്കണം. ഒരു ന്യായവിധി ഉണ്ടെന്ന് നിശ്ചയമായി അറിയേണ്ടതിന് കർത്താവ് ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് ആ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവസന്നിധി താണിരിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.